ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിരുന്നു. ഇത് 30 റുപ്യായിരുന്നു, 29 റുപ്യ. ഇതിനും 150 തോന്നുന്നു, 150 200 റുപ്യക്കുള്ളൂ. ഈ ഒരു സാധനത്തിന് ഇതാ, ഈ ഒരു സാധനത്തിന് 200 റുപ്യ ഉള്ളൂ. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ്. ഐഫോണിൻ്റെ എയർപോഡിന് 200 റുപ്യ പറഞ്ഞാൽ നല്ലൊരു ലാഭമാട്ടെ. നമുക്ക് ഐഫോണിൻ്റെ എയർപോഡൊക്കെ ആകുമ്പോൾ ഒരു 800-900 റുപ്യ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ സാധനത്തിന് 6 റുപ്യ എന്തായാലും കൊടുക്കണം. ലോക്കലാണെങ്കിലും 400-500 അല്ലെങ്കിൽ ഒരു 800 കൊടുക്കണം. അപ്പം അത് നമുക്ക് ലാഭമായി തോന്നിട്ടോ. കാരണം നമുക്ക് അത്യാവശ്യമുള്ള വേറെയുള്ള കമ്പനി ആയാലും നമുക്ക് 150 റുപ്യൊക്കെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഇതിപ്പോൾ ഇതെന്താ സാധനം, ഇത് നമുക്ക് തൂക്കിയിടുന്നതാണ്. പിന്നെ ഇത് ചാർജറിൻ്റെ ഒരു വയറും ഇതാണ് സാധനം. വെറും 200 റുപ്യൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ലാഭമുള്ള കാര്യം കേട്ടോ. ഇത് നമുക്ക് എന്തായാലും മുതലായിക്കും കേട്ടോ. കാരണം 200 റുപ്യൊക്കെ എയർപോർട്ടൊക്കെ കിട്ടുക പറഞ്ഞാൽ അത് നല്ല ലാഭം തന്നെയാണ്. പെട്ടിമ നമ്മൾ കണ്ടു കേട്ടോ, 100% ഒറിജിനൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 29 റുപ്യേൻ്റെ സാധനമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ 399 റുപ്യ എന്നൊക്കെ എഴുതിയിരുന്നു. പക്ഷെ ഇതിനിപ്പോൾ കിട്ടേണ്ടത് ഈ ഒരു വയറ് മാത്രമേ ഉള്ളൂ. ഈ ഹെഡ്സെറ്റ് വർക്കാവുന്നതാവും. സെറ്റിലേ ഞാൻ പറഞ്ഞ 29 റുപ്യേൻ്റെ സാധനം എന്താ കേട്ടോ, ഈ ഹെഡ്സെറ്റാണ്. ഈ എയർപോർട്ടിന് 199 റുപ്യ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.